ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ച് എൻ്റെ മുടി കുറച്ച് നാളായിട്ട് ഞാൻ ഒട്ടും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, നല്ലപോലെ പൊഴിഞ്ഞു പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ പൊഴിഞ്ഞു പോകുന്നത് കൊണ്ടും കൂടി ആയിരിക്കാം ഞാൻ ഒട്ടും ശ്രദ്ധിക്കാത്തത്. കാരണം നമുക്ക് നല്ല വിഷമം വരും. എന്നുവെച്ചാൽ നമ്മളങ്ങോട്ട് തൊട്ട ഇങ്ങി വരുവാണ്, കുളിക്കുമ്പം ഇങ്ങി വരുവാണ്, ചുമ്മാ നിൽക്കുമ്പം ഇങ്ങി വരുവാണ്. അപ്പം ഞാനിപ്പോൾ ഇവരുടെ അടുത്ത് പോയപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച്, ഞാൻ ചുമ്മാ ഇങ്ങനെ നിൽക്കുവാണ്. എൻ്റെ കയ്യിൽ കൂടി ഒരു മുടി ഇങ്ങനെ ഇഴഞ്ഞു വരുന്നത്, ഒരു മുടിയാണെങ്കിലും എൻ്റെ ജീവനാണ് ആ പോയത്. അങ്ങനെ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് ഞാനിങ്ങനെ വിഷമിച്ച് ഞാൻ വന്നിരുന്ന് കരയൊക്കെ ചെയ്യും. പിന്നെ ഈ പോകുന്ന മുടിയെല്ലാം പറക്കി ഞാനൊരു കവറിൽ ഇങ്ങനെ കെട്ടി കെട്ടി വെച്ചേക്കും. എന്ന് വെച്ചാൽ എനിക്കിത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒരു ഡോക്ടറെ കണ്ടിട്ട് എനിക്ക് വലിയ മാറ്റമൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലൊന്നും ഞാൻ പറയുന്നില്ല. ഒരു മാറ്റവും വരുന്നില്ല. കാരണം ആ മരുന്ന് തേച്ചിട്ടും കഴിച്ചിട്ടും എല്ലാം അതുപോലെ പൊയ്ക്കൊണ്ടിരിക്കും. ഞാൻ ബ്ലഡ് ടെസ്റ്റ് എല്ലാം എടുത്ത്, പിന്നെ എന്താ കാര്യം തരത്തില്ല. ചിലപ്പം ഇനി ക്ലൈമറ്റ് ചേഞ്ചോ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ മെയിനായിട്ടൊരു കാര്യം ചെയ്ത്, എൻ്റെ എണ്ണ ഇങ്ങനെ അങ്ങ് തീർന്നു. ഞാൻ എപ്പോഴും തേക്കുന്നത് എൻ്റെ അമ്മ കാച്ചി തരുന്ന എണ്ണയായിരിക്കുമേ. അതങ്ങ് തീർന്നപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ സ്വന്തമായിട്ടൊരു എണ്ണ അങ്ങ് ഉണ്ടാക്കി. ആ എണ്ണയാണ് ഇത്. ഒരു ഗുണവും ഇല്ല. അമ്മയുടെ എണ്ണ തേക്കുമ്പോൾ എൻ്റെ മുടി ഉരത്തോലും ഇല്ല. ഈ എണ്ണ മണം പോലും എനിക്ക് പറ്റുന്നില്ല. പിന്നെ ഇത് അരക്കിലോ എണ്ണ, വെളിച്ചെണ്ണയുടെ വിലയൊക്കെ അറിയാമല്ലോ. അപ്പം അരക്കിലോ എണ്ണ ഞാൻ എടുത്ത് കാച്ചിട്ട് അതെടുത്ത് ഇങ്ങനെ ഒഴിച്ച് കളയാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല. അപ്പം ഞാൻ അതങ്ങ് തേക്കാം. അപ്പം അമ്മ ഇപ്പം ചെന്നപ്പോൾ അമ്മ കാച്ചി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട അമ്മ, അത് തീർന്നിട്ട് നമുക്ക് കാച്ചാം, അതെടുത്ത് കളയാനുള്ളൊരു മനസ്സൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇനിയിപ്പം മഴയായി. ഇനി മഴയാകുമ്പോഴായിരിക്കും ആ സാധനങ്ങളൊക്കെ കിളിച്ചൊക്കെ വരുന്നത്. കാരണം എണ്ണയിലിടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അതൊക്കെ കിളിച്ച് വരണം. അത് അമ്മ എവിടെയെങ്കിലും നട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കിളിപ്പിക്കുമായിരുന്നു. പക്ഷേ അത് എന്ത് പറ്റുന്നതെന്നറിയത്തില്ല, അത് പോവും. വെയിൽ നല്ലപോലെ അടിക്കുമ്പോൾ അതിന് എന്തൊക്കെ നമ്മൾ ചെയ്താലും അതങ്ങ് പോവും. അപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ എന്ത് ചെയ്യുവാണെന്ന് വെച്ചാൽ, നമുക്കൊന്ന് ഹെയർ നല്ല പോലെ ഒന്ന് ഓയിൽ ചെയ്തിട്ട് നമുക്ക് നല്ല പോലെ എണ്ണ തേക്കാം. എനിക്ക് ഈ എണ്ണ തേക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമല്ലെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചില ആൾക്കാർ പറ്റില്ല, എനിക്ക് ഇഷ്ടമല്ല. ചിലപ്പോൾ അത് അവരുടെ ആവശ്യമായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എണ്ണ തേക്കുന്നത്. എൻ്റെ ദേഹത്തായാലും എൻ്റെ മുഖത്ത് എൻ്റെ തലയിൽ എണ്ണ തേച്ചിട്ട് അമ്മ പണ്ടിങ്ങനെ മസാജ് ചെയ്യും. എനിക്ക് അന്ന് നല്ല പോലെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ നല്ല പോലെ എണ്ണയൊക്കെ തേച്ച് തലയിൽ പാക്കൊക്കെ ഇട്ടിട്ട് അന്ന് രാത്രി നമുക്ക് കിട്ടുന്ന ഒരു ഉറക്കമുണ്ട്. എൻ്റെ മോനെ, അതിനൊരു സുഖമെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും അറിയാതെ കിടന്നുറങ്ങും. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് ഈ എണ്ണ ഇതെങ്കിലും തേച്ച് മുടി ഒന്ന് റെഡിയാക്കാം. എൻ്റെ മുടി ഒന്നാമത് എക്സ്ട്രീമായിട്ട് ഡ്രൈ ഹെയറാണ്. കണ്ടോ, ഇത് ഇന്നലെ കണ്ട് തേച്ച് ഞാൻ കുറച്ച് കണ്ടീഷണർ ഇട്ടു, അതിൻ്റെ ഇത് മാത്രമാണ്. അല്ലെങ്കിൽ ഈ മുടി ഇങ്ങനെയൊന്നും പിടിക്കാൻ പറ്റൂല. എന്ന് വെച്ചാൽ ചകിരി മുടിയാണ്, ചകിരി മുടി ഭയങ്കര ചകിരിയാണ്. അതിൻ്റെ കൂടെ ചുരുണ്ട ചകിരി മുടി ഉള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാം. പൊട്ടിപ്പോവുക. ഒരു സ്നേഹം എന്നോട് കാണിക്കുന്നില്ല, നീ എന്നോട് ഇച്ചിരി സ്നേഹം കാണിച്ചൂടെ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് നല്ല പോലെ ഓയിലൊക്കെ ചെയ്ത് പാക്കൊക്കെ ഇട്ട് റെഡിയാക്കാം. എന്നിട്ട് ഇന്ന് ഞാൻ ബോഡിയിലൊക്കെ ഓയിലിടും. അതൊക്കെ ഞാൻ ചിലപ്പോഴേ കാണിച്ചെടുത്തോളെ. കണ്ടോ തൊടണ്ട, വന്ന് പോവുക. അപ്പം നമുക്ക് ഓയിലൊക്കെ ഇടാമേ. നിങ്ങൾ വാ. ആദ്യം നമുക്ക് മുടിയുടെ ഉടക്കൊന്നെടുത്തിട്ട് നമുക്ക്, ഇതാരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് കണ്ടീഷണറിൻ്റെ മാത്രം കണ്ടീഷണറുടെ വിജയം അങ്ങനെ പറയാം. അത് തന്നെ, കണ്ടീഷണറിൻ്റെ വിജയം മാത്രമാണ്, അതെൻ്റെ മുടിയുടെ അല്ല. പക്ഷെ ആ കണ്ടീഷണർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ലോറിയലിൻ്റെ മോനെ, അടിപൊളി കണ്ടീഷണർ. ലോറിയലല്ലേ? ആണ്.
കണ്ടോ 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 ഇപ്പം നിങ്ങൾക്കൊക്കെ അവിടെ ചൂടുണ്ടോ? ഇനി ഈ ചൂട് കൊണ്ട് പൊട്ടിപ്പോകുന്നതും പൊഴിഞ്ഞു പോകുന്നതുമാണോ എന്നൊന്നും അറിയത്തില്ല. എനിക്ക് സങ്കടമൊക്കെ വരാറുണ്ട്. ഇത് എൻ്റെ ഈ മുടി കൊണ്ട് തന്നെ അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയൂ? എന്നെ പുകഴ്ത്തിയില്ലെങ്കിലും മുടിയെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വരും. ഞാനിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചില ചേച്ചിമാർ വന്നിട്ട് ചോദിക്കും, ഇത് ഇങ്ങനെ കേൾ ചെയ്തിട്ടേക്കുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സ് ഇങ്ങനെ ലഡു പൊട്ടും. അപ്പം ഞാൻ പറയാം അല്ല എന്നൊക്കെ പറയും. എൻ്റെ മുടി ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പം എനിക്കൊരു മനസ്സിലും എന്താ കണ്ട പോകുന്നുണ്ടോ? നമുക്ക് നമ്മുടെ അമ്മയുടെ എണ്ണ അതിൽ പോകണം. അത് മാത്രമേ രക്ഷയുള്ളെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് ഒരു ചെറിയ സർജറിയൊക്കെ ചെയ്തതിൻ്റെ അത് ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് മുടി പൊഴിഞ്ഞു പോകും, അതിനെ കിളിക്കും. അതിനി അതാണോ എന്താണോ ഒന്നും അറിയത്തില്ല നമുക്ക്. നമ്മൾ ഡോക്ടർ അല്ലല്ലോ. എന്നിട്ട് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുവേ, നമ്മൾ ചില ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ നമുക്ക് കുറേ മരുന്നൊക്കെ എഴുതിത്തരത്തില്ലേ, മുടിക്ക് ഇത് കഴിച്ചാൽ മതി മുടി കിളിക്കും, അത് കഴിച്ചാൽ മതി മുടി കിളിക്കും. പക്ഷെ ആ ഡോക്ടറിന് മുടിയില്ല. അത് നമ്മൾ ചിന്തിക്കണം. ആ ഡോക്ടറിന് ആ മരുന്ന് കഴിച്ചാൽ പോരായിരുന്നോ മുടി കിളിക്കാൻ? അതിപ്പോൾ നമ്മൾ യൂട്യൂബിൽ ചില വീഡിയോസ് കാണുമ്പോഴും അങ്ങനെയാണ്. ചില ഡോക്ടർമാരെ മുടിയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും അവർക്ക് മുടി കാണത്തില്ല ഗൈസ്. അതെന്താ? അവർക്ക് നമുക്ക് തരുന്ന മരുന്ന് നമുക്കെടുക്കുന്ന ടെസ്റ്റും ഒക്കെ അങ്ങ് എടുത്താൽ പോരെ? നമ്മളെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ പറ്റിക്കുവാണോ? നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോണ്, മരുന്ന് മേടിക്കുന്നു. അപ്പോൾ അവർക്കും ആ മരുന്നൊക്കെ ഇട്ടാൽ പോരെ? എനിക്ക് ഇടയ്ക്ക് വെച്ച് വർക്കായിരുന്നേ. അപ്പം ഡോക്ടർമാരെയും കുറ്റം പറയണ്ട. നമുക്ക് ആരെയും കുറ്റം പറയണ്ട. കുറ്റം പറഞ്ഞിട്ട് ഇപ്പം എന്താ കിട്ടാനാ? കുറ്റം പറയുന്നവരെന്നും ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മൈൻഡ് ചെയ്യരുത്. നമ്മളെ തന്നെ കുറ്റം പറയാൻ കുറേ ആൾക്കാർ കാണും. അവരൊരു സൈഡിൽ ഇങ്ങനെ കുറ്റം പറയും. നമ്മളെ സൈഡിൽ കൂടി അങ്ങ് ജീവിക്കണം. ഒന്നിലും പോവരുത്, തിരിച്ച് മിണ്ടരുത്. മിണ്ടി അത് വലിയ ഇതാവും. അപ്പം നമുക്ക് എണ്ണ വെച്ച് നമ്മളെ പ്രശ്നം തീർക്കാം. അവരവരുടെ നമ്മളെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കും. നമ്മൾ എണ്ണ തേച്ച് നമ്മളെ പ്രശ്നങ്ങൾ തീർക്കും. ചുമ്മാ കുരിപ്പുണ്ടോ? പിന്നെ ഞാനങ്ങനെ ഷാമ്പു ഇടത്തില്ല കേട്ടോ. പിന്നെ ഈ കണ്ടീഷണർ ഇടുന്നത് നിങ്ങൾ വിചാരിക്കും ഷാമ്പു ഇട്ടിട്ടാ? അത് അല്ല. ഞാൻ എനിക്ക് തോന്നുമ്പോൾ ചുമ്മാ കണ്ടീഷണറൊക്കെ വരിയിട്ട് കൊടുക്കും. ഒരു മനസ്സുഖം. ഇത് കാണുന്നത് എൻ്റെ അമ്മ. ഇതിൻ്റെ പ്രാന്ത. ഓഫ് കോഴ്സ്. വെട്ടാനോ? നല്ല പോലെ മസാജ് ചെയ്യണേ. ഞാൻ ക്യാമറ വെച്ചിരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ തോന്നുന്നേ. എനിക്ക് ഇങ്ങനെ ക്യാമറ വയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എൻ്റെ ട്രൈപോഡിന് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ ഒന്ന് നേരെ ആക്കട്ടെ. ഞാൻ ഫാൻ ഇടാതെ ഇരിക്കുന്നത്. എൻ്റെ പൊന്നേ, ചൂടെടുത്തിട്ട് വയ്യ. ഈ പൊന്നു പറഞ്ഞപ്പോൾ എനിക്ക് മറ്റേ പട്ടിക്കുട്ടികളുടെ വീഡിയോ കോൾ ഉണ്ട്. എൻ്റെ പൊന്നീതോ അവൾ വരുന്നുണ്ട്. ഇപ്പം വാരിയിട്ട് കുളിപ്പിക്കും. ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടായിരുന്നെങ്കിൽ. ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ജാക്കിയെ നല്ലപോലെ മിസ് ചെയ്യുന്നു. ഞാൻ എല്ലാ ഞായറാഴ്ച എൻ്റെ മോനെ കുളിപ്പിക്കുമായിരുന്നു. എൻ്റെ മോന് ഭയങ്കര നാണവാണ്.
ആൾക്കാരൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവൻ അവൻ്റെ പാർട്സൊക്കെ ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിക്കും എൻ്റെ അടുത്തോട്ട്. കാണിക്കല്ലേ ചേച്ചി, കാണിക്കല്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞ്. പാവം. ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഈ ലോകത്ത് ഞാൻ ആരെയും മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവനെ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അവനും എന്നെ മിസ് ചെയ്യും. ബിക്കോസ് എൻ്റെ എല്ലാ കഥകളും എൻ്റെ കാര്യങ്ങളും എല്ലാം അറിയാവുന്നത് എൻ്റെ മോന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാരമില്ലല്ലേ, എപ്പോഴും അവൻ എന്നെ കാണാലോ. ഞാൻ എന്തൊക്കെയോ മുടിയുടെ കാര്യത്തിൽ നിന്ന് വിട്ടൊക്കെ പോകുന്നുണ്ട്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. എനിക്കും എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അതുകൊണ്ടാണ്. നല്ല ചൂടുണ്ട് കേട്ടോ, തലയിൽ വരെ ചൂടിനെ. അതുകൊണ്ട് മുടി പിഴിഞ്ഞു പോകുന്നതാണോ എന്തോ. ഇനി നമുക്ക് മഴയല്ലേ, നമ്മളെ സാധനങ്ങളൊക്കെ കിളിച്ചൊക്കെ വരും. ചിത്തുവാനെ ഇരിക്കട്ടെ, പേടിയൊന്നുമില്ല. എത്ര എണ്ണ വെച്ചാലും എണ്ണ കാണില്ല. പണ്ട് അമ്മ എണ്ണ കാച്ചുന്ന ഉരുളിക്കകത്ത് തന്നെ ഇട്ട് ഉരുട്ടുമായിരുന്നു. അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു പിറ്റേന്നാകുമ്പോൾ എൻ്റെ മുടിയിൽ എണ്ണ കാണത്തില്ലെന്ന്. ഇപ്പോഴും അമ്മ എന്നെ തന്നെ ഉരുട്ടുന്നത്. എണ്ണ കാച്ചുന്ന ഉരുളി തറയിൽ എണ്ണ പോയാൽ അവിടെ എല്ലാം എൻ്റെ മുടി വെച്ചിട്ടായിരിക്കും അവിടെ വൃത്തിയാക്കുന്നത്. കാരണം അതല്ല, അമ്മയ്ക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട്. നാളെ രാവിലെ ആകുമ്പോൾ ഈ മുടിക്കകത്തൊരു തുള്ളി എണ്ണ കാണത്തില്ല എന്നുള്ളത്. അമ്മ ഞാൻ സമ്മതിച്ചു. എനിക്ക് ഇതിലും കുറേ എന്ന് വെച്ചാൽ മറ്റേ സായിബാബ ടൈപ്പായിരുന്നു എൻ്റെ മുടി. ആ മുടി എൻ്റെ അമ്മ എങ്ങനെ നോക്കിക്കൊണ്ടിരുന്നെന്ന് വെച്ചാൽ എനിക്കൊരു ഹെയർ സ്റ്റൈല് കുഞ്ഞുനാൾ തൊട്ടുള്ളൊരു ഹെയർ സ്റ്റൈലെന്ന് വെച്ചാൽ 2 സൈഡ് ഇങ്ങനെ വകന്ന് 2 ഉണ്ട. അതായിരുന്നു എൻ്റെ ഹെയർ സ്റ്റൈൽ. അത് ഇനി ഏത് ഡ്രസ്സ് ഇട്ടാലും എന്തിട്ടാലും ഇന്നാൾ അമ്മ എൻ്റെ അടുത്ത് പറയുന്നത്, മക്കളെ വേറൊന്നും കൊണ്ടല്ല, അമ്മയ്ക്ക് പിന്നെ അതഴിച്ചിട്ട് എനിക്ക് തന്നു വിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ മുടി അമ്മയ്ക്ക് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അമ്മ കണ്ടുപിടിച്ച വഴിയാണ് എൻ്റെ മുടി 2 സൈഡിൽ ഉണ്ടയിട്ട് വയ്ക്കുമ്പം അത് ഒരു സ്റ്റൈലും ആകും. പിന്നെ അത് അമ്മയ്ക്ക് പിന്നെ വീട്ടിൽ വന്നാലും അഴിക്കണ്ട, പാവമ്മ. പക്ഷെ എൻ്റെ മുടി ഇപ്പം നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന മിക്ക കാര്യങ്ങളും എൻ്റെ അമ്മ കുഞ്ഞിൽ തൊട്ട് എൻ്റെ മുടിയിൽ ചെയ്യുന്നതാണ്. ചില ആൾക്കാർ വന്നിരുന്ന് പറയുന്ന മിക്ക ടിപ്പും ഇതൊക്കെ കാണുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറയും, ഞാനിതൊക്കെ ചെയ്താൽ വളർത്തിയത്. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ തലയിൽ ഒരു പ്രാവശ്യം അമ്മ ഒരു സാധനം തേച്ചിട്ട് ഞാൻ എത്ര വെള്ളത്തിൽ കുളിച്ചെന്ന് എനിക്കും എൻ്റെ അമ്മയ്ക്കും അറിയത്തില്ല. അന്നായിരിക്കും ഇത്രയും ജീവിതത്തിനിടയ്ക്ക് എൻ്റെ തലയിൽ അത്രത്തോളം ഷാമ്പു ചെയ്ത ദിവസം. നമുക്കിതിനെ കുറച്ച് നേരത്തേക്ക് കെട്ടി വയ്ക്കാം. ഇരുന്നാൽ മതിയായിരുന്നു. കയറുമെന്നറിയത്തില്ലേ. പൊട്ടിയ എനിക്ക് ടെൻഷനാവും. അതാണ് എൻ്റെ പ്രശ്നം. പൊട്ടുന്നതല്ല പ്രശ്നം, പൊട്ടുന്ന ആ ഒരു ടൈമിൽ എനിക്കൊരു ടെൻഷൻ വരും. കയറത്തില്ല, പൊട്ടിപ്പോവും എൻ്റെ ക്ലിപ്പ്. നമുക്കിങ്ങനെ കെട്ടണ്ട, എനിക്ക് ടെൻഷനാവുന്നു. തലയിലിരുന്ന് വലിയ സൗണ്ട് എങ്ങാനും കേൾക്കും, അത് പൊട്ടി. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ടെൻഷനുകൾ. കണ്ടോ,
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ കുഞ്ഞിലെ നല്ല ഗുണ്ടായിരുന്നു. ആ ഗുണ്ടും 2 ഉണ്ടയും തലയിൽ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പാട്ടൊക്കെ പഠിക്കാൻ പോകുമ്പോൾ തലയിൽ 2 ഉണ്ട, അല്ലെങ്കിൽ 2 സൈഡ് പിന്നി. ഈ ഒരു ഹെയർ സ്റ്റൈൽ അല്ലാതെ എനിക്ക് ഹെയർ സ്റ്റൈൽ ഇല്ല ഗൈസ്. എപ്പോഴും ഇവിടെ 2 ഉണ്ട. അതും ഇരുന്ന് ഏത് ഡ്രസ്സായാലും ആ പാട്ട് ക്ലാസ്സിൽ എൻ്റെ 2 ഉണ്ട, ഞാൻ ഫ്രണ്ടിലായിരിക്കും ഇരിക്കുന്നത്. എല്ലാവരുടെ തലയുടെയും ബാക്കിൽ നിന്ന് നോക്കിയാൽ എൻ്റെ 2 ഉണ്ട കാണാൻ പറ്റും. അപ്പം നമുക്കിനി അടുത്തത് ഹെയർ പാക്ക് ഇടാമേ. പിന്നെ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് തോന്നണ്ട, ഈ ബെഡ്ഷീറ്റ് എനിക്ക് മാറ്റാനുള്ളതാണ്. ഞാൻ ഇപ്പോൾ കഴുകാനിടും. അപ്പം വീണാലും പ്രശ്നമൊന്നുമില്ല, അതങ്ങ് കഴുകിപ്പോവും. അപ്പം ഇത് ഉലുവയാണ് ഗേസ്, ഉലുവ. ഷിറ്റ്, നല്ല കട്ടിയായി. ലൂസായിട്ട് തേക്കണമെന്നാണ് എൻ്റെ മമ്മി പറയാറുള്ളത്. പക്ഷെ ഇത് കട്ടിയായിപ്പോയി. കുഴപ്പമില്ല, കഴുകികളെ പോകണേ ദൈവമേ. ഈ സാധനം ഇടും. ഈ സാധനം ആകുമ്പോൾ എൻ്റെ മുടിയെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു സാധനമാണിത്. ഇത് പക്ഷേ ഇപ്പോൾ ഒരൊറ്റ ക്വാളിറ്റി ഇല്ല, കണ്ടോ. ഇതിപ്പോൾ 2ാമത്തെയാണ്, ഇപ്പം പൊട്ടും അത്. സോ സാഡ്. ഇങ്ങനെ മാറ്റി മാറ്റി എടുത്ത് തേച്ച് കുടിക്കണം. എൻ്റെ ഫേവറേറ്റ് ചെമ്പരത്തി ഇലയാണ്, പക്ഷേ ഇവിടെ ചെമ്പരത്തി ഇല ഇല്ല. ഒരു കുഞ്ഞ് ചെമ്പരത്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെമ്പരത്തി ഇല്ല. ഒരു പൂവൊക്കെ കിളിച്ച എൻ്റെ ചെമ്പരത്തി. പക്ഷേ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ എപ്പോഴും മറന്നു പോകും. പിന്നെ വഴിയിൽ ചെമ്പരത്തി കാണുമ്പോൾ ഞാൻ ഇല പിച്ചിട്ട് പിന്നെ അവിടെ വെച്ച് മറക്കും ഒരു തടി ഒടിക്കാൻ. പാവം ചെമ്പരത്തി. നല്ലപോലെ അങ്ങ് തേച്ച് കൊടുക്കണേ. എന്നിട്ട് ഒരു 1/2 മണിക്കൂറൊക്കെ വെച്ചിരുന്നാൽ മതി. 1/2 മണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങൾക്ക് പറ്റുന്ന പോലെ. പനിയൊക്കെ വരുന്നവരാണെങ്കിൽ ഇടരുത്. എന്നുവെച്ചാൽ ഇടാം, അപ്പോഴേ അങ്ങ് കഴുകി കളഞ്ഞാലേ. ഇട്ടുകൊണ്ടൊന്നും നടക്കല്ലേ, പനി വരും. അലർജി ഉള്ളവരിട്ടേക്കണ്ട, പിന്നെ തുമ്മലാകും, ചുമയാകും, അതിലും വലിയ പണിയാകും. ഇതൊന്നും ചെയ്യണ്ട. പിന്നെ ആ ഒരു പ്രശ്നമൊന്നും ഞാൻ ഇല്ലയെന്ന് പറയുന്ന എനിക്ക് വരാറുണ്ട്. അത് ഉണ്ണി ഇടയ്ക്ക് പറയും, എന്തില്ലെന്ന് പറയുന്നത് അത് വരും. ഞാൻ വീഴൂല എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ വീഴും. പണ്ടൊരു ദിവസം ഞാൻ ഉണ്ണിയുടെ ബൈക്കൊന്ന് ഓടിച്ച്, അന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അവിടെ പോവരുത്, അവിടെ മര കയറി പോവരുത്. അപ്പോൾ എനിക്ക് അവിടെ അങ്ങോട്ട് കയറിയപ്പോൾ അങ്ങ് പുളകം. അവിടെ ഞാനങ്ങ് പോയൊരു പോക്ക്. ചെന്ന് വീണത് വേറെ സ്ഥലത്ത്. അതിന് കാരണം ഉണ്ണിയുടെ വീട്ടിലെ പാട്ടിക്കുട്ടിയായിരുന്നു. അവൾ ചേച്ചിയെ കാണാൻ വന്ന് റോഡിൽ നിന്നതാ. ഞാൻ അവളെ രക്ഷിക്കാൻ റോഡിൽ നിന്ന് മാറ്റിയതാ. ഒറ്റ വീഴ്ചയായിരുന്നു. അതുകൊണ്ട് പറയുന്നതൊക്കെ നമ്മൾ കേൾക്കണം. നിനക്ക് ഇനി ഇന്നിത് പനി എടുത്തില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളെ എനിക്ക് പനിയായിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ വണ്ടി എടുത്താൽ ഉണ്ണി എൻ്റെ അടുത്ത് പറയും, വീഴില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുക്കരുത് എന്ന്. ഓവർ കോൺഫിഡൻസ് ആണ് നമ്മളെ നശിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് തികഞ്ഞില്ല കേട്ടോ, ഇനിയും വേണമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, തികയത്തില്ല. നിങ്ങളുടെ മുടിക്ക് ആവശ്യമുള്ള എടുക്കണം. എൻ്റെ കണക്ക് കൂട്ടലൊക്കെ തെറ്റിപ്പോയി. കണ്ടോ, കണക്ക് കൂട്ടലൊക്കെ തെറ്റി. കുഴപ്പമില്ല, നല്ല സുഖമുണ്ട്.
ഇത് നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ചിട്ട് ഞാൻ കുളിക്കും. ഇനി ഞാൻ ചിലപ്പോൾ കുളിച്ചിട്ട് വന്നിട്ടായിരിക്കും ഇത് ഓർക്കുന്നത് പോലുമേ. അപ്പോഴും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പം ഞാൻ പോട്ടെ, ഞാൻ കുളിച്ചിട്ടൊക്കെ വരാം. കണ്ടോ, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി കുറച്ച് പൊടിയൊക്കെ കാണേ, അത് കുറച്ച് കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം നമ്മളങ്ങ് തട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ അടിപൊളി പാക്കാണ്. നിങ്ങളിങ്ങനെ ഹെയറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യാൻ മുടിയെ. അപ്പം മുടി ചിലപ്പോൾ നമ്മളോട് സ്നേഹം തോന്നിയിട്ട് പോകണ്ടെന്ന് കരുതി നിൽക്കുമായിരിക്കുമല്ലേ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ലപോലെ എണ്ണയൊക്കെ തേച്ചൊരു പാക്കൊക്കെ ഇട്ട് പോയി കുളിക്കുക. അപ്പം നിങ്ങൾക്ക് ഇച്ചിരി സന്തോഷവും സമാധാനവും മെയിനായിട്ട് ഉറക്കം കിട്ടും ഗൈസ്. ഉറങ്ങാൻ പറ്റും, അത് ഞാൻ ഉറപ്പ് പറയുന്നു. ഈ പാക്കും ആ എണ്ണയുടെയൊക്കെ തണുപ്പ് കിട്ടിയിട്ട് നമുക്ക് നല്ല പോലെ നമ്മളങ്ങ് ഉറങ്ങും. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി ട്രൈ ചെയ്തൊക്കെ നോക്കണേ. അപ്പം എണ്ണയിട്ട് കുളിച്ചിട്ടൊക്കെ പറയൂ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾ കമൻ്റ് ഇടണേ, കമൻ്റ് ഇടാതിരിക്കരുത്. എന്ത് വേണമെങ്കിലും ഇട്ടോ, ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ കമൻ്റ് ഇട്ടാൽ മതി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കത് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ കമൻ്റൊന്നും വരാറില്ല. അപ്പോൾ ഈ വരുന്ന കമൻ്റൊക്കെ എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു കുഞ്ഞ് കമൻറ്റ്, ചിലപ്പോൾ ചെറിയ കൊച്ചുങ്ങളൊക്കെ ആയിരിക്കും ചേച്ചി ഇതൊക്കെ ഇടുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും ഇടുക. അപ്പം എന്തുവാ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാത്തതായിരിക്കും. ബൈ.